അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി ഏഴാമത്തെ ചാപ്റ്ററായ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് അമോണിയ എന്ന നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഈ ടോപ്പിക്കിൽ അമോണിയയുടെ രാസനാമം നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റ് കാണാൻ പറ്റും, NH3 ആണ്. ഇനി അമോണിയയുടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒന്നാമത്തെ ടോപ്പിക്കായ പരീക്ഷണശാലയിലെ പരീക്ഷണശാലയിലെ നിർമ്മാണം വ്യാവസായിക നിർമ്മാണം നമ്മുടെ വ്യത്യാസം എന്താ? പരീക്ഷണശാലയിൽ നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ നിർമ്മിക്കും, വ്യാവസായികം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ അളവിൽ നിർമ്മിക്കും. ബൾക്കായിട്ട് നിർമ്മിക്കുന്നതാണ് വ്യാവസായിക നിർമ്മാണം. പരീക്ഷണശാലയിലെ നിർമ്മാണത്തിന് നമുക്ക് ആവശ്യമുള്ള രണ്ട് രാസവസ്തുക്കളാണ് NH4Cl ഉം CaOH2 ഉം. NH4Cl എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും. അത് നമുക്ക് തറാക്കാം. എന്തൊക്കെയാണ് നമുക്ക് അമോണിയം നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ? അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും നമ്മൾ ഹീറ്റ് ചെയ്യണം അല്ലെ, ചൂടാക്കണം. ഇത് രണ്ട് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന 3 ഉൽപ്പന്നങ്ങളാണ് ഈ കാണുന്നത്. ഒന്നാമത്തെ കാൽഷ്യം ക്ലോറൈഡ്, പിന്നെ രണ്ടാമത്തെ ജലം, പിന്നെ ലാസ്റ്റ് അമോണിയാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇക്വേഷൻ നമുക്കൊന്ന് തറാക്കി നോക്കാം. ഒന്ന് പറഞ്ഞു നോക്കിയേ, മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ. NH4Cl plus CaOH2 gives CaCl2 plus H2O plus NH3. ഇത് ഇക്വേഷൻ ഇങ്ങനെ തന്നിട്ട് ഇവിടെ ബ്ലാങ്ക് ആയിട്ടും കൊടുക്കാറുണ്ട്. അവിടെ നമ്മൾ അമോണിയ NH3 ആണ് അവിടെ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടുത്തെ അഭികാരകങ്ങൾ ഏത് എന്നുള്ള രൂപത്തിൽ അതും നമുക്ക് കാണാറുണ്ട്. അതെ അങ്ങനെ ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത് NH4Cl ഉം CaOH2 ആണ്. പേരുകൾ രാസനാമം ചിലപ്പോ നമ്മൾ ഇങ്ങനെ കുറെ ബ്രാക്കറ്റിൽ കൊടുത്ത് പിക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവാറുണ്ട്. അതെ. അപ്പൊ NH4Cl അമോണിയം ക്ലോറൈഡ് അല്ലേ? അമോണിയം ക്ലോറൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, CaCl2 plus H2O plus NH. സുഹേൽ സാർ ഒന്ന് പറഞ്ഞു നോക്കി, കിട്ടുന്നുണ്ടോ നോക്കി. അവിടെ നോക്കി പറയും. NH4Cl കാൽസ്യം അമോണിയം ക്ലോറൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അത് രണ്ടും കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് കാൽസ്യം ക്ലോറൈഡ്, വാട്ടർ, ദെൻ NH3 അമോണിയ. അപ്പൊ അമോണിയയുടെ പരീക്ഷണശാലയുടെ ഈ നിർമ്മാണം ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പരീക്ഷണവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു അമോണിയ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തു പറഞ്ഞു. ഈ അമോണിയ ശേഖരിക്കുമ്പോൾ ഈ ട്യൂബ് വഴിയാണ് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ശേഖരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വിഷയം വരുന്നുണ്ട്. എന്താണ് വിഷയം? എന്താണ് മനസ്സിലായില്ല? ഇവിടെ നമ്മൾ അമോണിയ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ കാൽസ്യം ക്ലോറൈഡ് അല്ലെ, ഈ കാൽസ്യം ക്ലോറൈഡ് ഖരാവസ്ഥയിലായതുകൊണ്ട് അത് ഈ ടെസ്റ്റ് ട്യൂബ് തന്നെ ഉണ്ടാവും. പിന്നെ ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ട്യൂബില് അമോണിയയും ചേർന്ന ജലബാഷ്പാണ്. കാരണം ജലബാഷ്പം ഇവിടെ താപം ഉള്ളത് കൊണ്ട് തന്നെ അത് ജലബാഷ്പമായിട്ട് അമോണിയ ഓൾറെഡി എന്താണ്, വാതകാവസ്ഥയിലാണ്. അപ്പോ ഈ അമോണിയയുടെ കൂടെ ജലബാഷ്പം കൂടി വരുന്നുണ്ട്, ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആരെ മാത്രമേ ആവശ്യമുള്ളൂ? അതിന് അമോണിയ മാത്രമേ നമുക്ക് ആവശ്യമുള്ളത്. ശ്രദ്ധിക്കണം. അപ്പൊ ആ അമോണിയ നമ്മൾ പുറത്തേക്ക് ഈ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ അമോണിയയിൽ നിന്ന് ജലബാഷ്പത്തെ നമ്മൾ ആഗിരണം ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നീറ്റു കക്ക അല്ലെങ്കിൽ ക്യുക്ലൈം, കാൽഷ്യം ഓക്സൈഡ് CaO എന്ന പേരിൽ അറിയപ്പെടുന്ന വസ്തു ഉപയോഗിക്കും. ജലബാഷ്പത്തെ ആഗിരണം ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ശോഷകാരകം. അപ്പൊ അമോണിയയുടെ പരീക്ഷണശാലയിലെ നിർമ്മാണത്തിൽ ശോഷകാരകമായിട്ട് ആരെയാണ് ഉപയോഗിക്കുന്നത്? CaO ആണ് അല്ലെ. അപ്പൊ എന്താണ് ശോഷകാരകം എന്ന് ചോദിക്കും. അതെ. അപ്പോ ഒരു പരീക്ഷണം നടക്കുന്ന സമയത്ത് അവിടുന്ന് ജലാംശത്തെ ആഗിരണം ചെയ്യാൻ, ഈർപ്പത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള പദാർത്ഥങ്ങളെ നമ്മൾ ശോഷകാരകം എന്ന് പറയാം. അങ്ങനെ ശോഷകാരകമായിട്ട് അമോണിയയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് CaO ആണ്, കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ സാറേ നമ്മൾ ഈ പരീക്ഷണത്തില് ഇപ്പൊ ജലബാഷ്പത്തെ ഇവിടെ ആഗിരണം ചെയ്തു. ഇനി നമ്മൾ അമോണിയ മാത്രം നമുക്ക് കിട്ടുന്നത്. പക്ഷെ അമോണിയ ശേഖരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ? കമിഴ്ത്തിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലെ. അതിന് കാരണം ഈ അമോണിയ വാതകാവസ്ഥയിലായിരിക്കും അല്ലെ. അപ്പൊ ഈ വാതകാവസ്ഥയിലുള്ള അമോണിയ അതിന് സാന്ദ്രത കുറവായതുകൊണ്ട് അത് മുകളിലേക്ക്, വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് മുകളിലേക്കായിരിക്കും. വായുവിനേക്കാൾ സാന്ദ്രത കുറവായത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ കമിഴ്ത്തിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളോട് ഇവിടുന്ന് ചോദിക്കുക, ഈ രാസ സമവാക്യമാണ് നമ്മളോട് ഇവിടുന്ന് ചോദിക്കുക. പരീക്ഷണവുമായി ബന്ധപ്പെട്ട രാസ സമവാക്യം എഴുതാൻ പറയും അല്ലെ. അപ്പൊ സമവാക്യം വരുന്നത് എങ്ങനെയാണ്? NH4Cl plus CaOH2 gives CaCl2 plus H2O plus NH3. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. അമോണിയ നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഏതാണെന്നും കൂടി ചോദിക്കാം. അപ്പൊ ഏതൊക്കെ വരിക? NH4Cl ഉം CaOH2 കൂടെ വരും. ഇനി അവിടുത്തെ ഉൽപ്പന്നങ്ങളിൽ പ്രധാനപ്പെട്ട ചിലപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആക്കിക്കൊണ്ട് NH3 എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്പേസ്. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ശോഷകാരകം അല്ലെങ്കിൽ അമോണിയയുടെ നിർമ്മാണത്തിലുള്ള ശോഷകാരകം ഏത് എന്ന രൂപത്തിൽ. അമോണിയ നിർമ്മിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ശോഷകാരകം ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? CaO അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ നീറ്റു കക്ക, ക്യുക്ലൈം ഒക്കെ അതിന് പറയാറുണ്ട്. അപ്പൊ എന്തായിരുന്നു ശോഷകാരകം എന്നുള്ള ക്വസ്റ്റ്യനിക്ക് നമുക്ക് ഉത്തരം പറയാം. ജലബാഷ്പത്തെ ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പൊതുവെ ശോഷകാരമായിട്ട് ഉപയോഗിക്കുന്നത്. അമോണിയ നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ശോഷകാരകം ഏതാണ്? കാൽഷ്യം ഓക്സൈഡ് CaO.
ഇനി പിന്നീട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് ട്യൂബ് അമോണിയ ശേഖരിക്കുന്ന ഈ ഗ്ലാസ് ജാർ കമിഴ്ത്തി വെക്കാനുള്ള കാരണം എന്താണ്? അതെ, അമോണിയക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ സാധാരണ കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും ശേഖരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് അങ്ങനെ വെക്കാറില്ല അല്ലെ. ഈ അമോണിയ നിർമ്മിക്കുമ്പോൾ മാത്രമേ അങ്ങനെ വെക്കാനുള്ള കാരണം എന്താണ്? വെക്കാറുള്ളത് കാരണം ഈ അമോണിയക്ക് സാന്ദ്രത കുറവാണ്, ഡെൻസിറ്റി കുറവാണ്, വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. വായുവിൽ സാന്ദ്രത കുറവ് എന്താ സാധനം? ഓക്കെ, അപ്പൊ മുകളിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇത്രയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ. അപ്പോൾ ഇതുപോലെ കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് കെംഫിയോടൊപ്പം ചോദിക്കുക, വളരെ എളുപ്പത്തിൽ നമുക്കിത് പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനായിട്ട് ഇത്ര മാത്രം, ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതോടൊപ്പം നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് അവരും കൂടെ ഇതിൻ്റെ ഭാഗമാക്കുക. കൺസെപ്റ്റ് ഈസി ആണെങ്കിൽ അല്ലെങ്കിൽ കൺസെപ്റ്റ് തറായി കഴിഞ്ഞാൽ നമുക്ക് എക്സാം വളരെ ഈസി ആയിരിക്കും.